പണ്ട് ഞാൻ ഒരു എക്സാം എഴുതിയായിരുന്നേ. സത്യം പറഞ്ഞ കഷ്ടിച്ചാണ് ഞാൻ ജയിച്ചത്. എന്റെ അച്ഛൻ എന്താ ചെയ്തെന്ന് അറിയാമോ? അല്ല, അപ്പുറത്തുള്ള വീടുകളിൽ പരിപ്പോളം വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെന്നുണ്ടെങ്കിലേ ഞാൻ പരീക്ഷ എഴുതിയത് കാരണം ഞാൻ പരീക്ഷ എഴുതിയ കഥ അറിയാമോ? ഓണപരീക്ഷയുടെ സമയമാണ്. ഞങ്ങൾ 4-5 പേരുണ്ട്. ഞാൻ, രാജേഷ്, രമണയും ചന്ദ്രയും. അപ്പൊ ഇതിൽ ചന്ദ്രൻ ഞങ്ങളോട് അലിമ്പ് കാണിക്കുമെങ്കിലും എല്ലാത്തിനും അങ്ങ് ഫുൾ മാർക്ക് വാങ്ങി. ഈ ചന്ദ്രൻ. അപ്പൊ ഞാൻ ഒരു ദിവസം ചന്ദ്രനോട് ചോദിച്ചു, എന്റെ ചന്ദ്ര, നീ ഇതെങ്ങനെയാണ് ഫുൾ മാർക്ക് നമ്മളോട് അലിമ്പെല്ലാം കാണിച്ചിട്ട് വാങ്ങിക്കുന്നത്? അപ്പൊ അപ്പോഴൊരു സൂത്രം പറഞ്ഞു. അതായത് അവൻ വൈകുന്നേരം ഒരു 6 മണിക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് രാത്രി 12 മണിക്ക് എണീറ്റ് വെളുക്കുന്നവരെ പഠിക്കും. അപ്പൊ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് എല്ലാം ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ ആ സൂത്രം പ്രയോഗിച്ച് മക്കളെ 6 മണിക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. രാത്രി 12 മണിക്കല്ല, രാവിലെ 9 മണിക്കാണ് എഴുന്നേറ്റത്. പിന്നെ 1 മണിക്കൂറേ ഉള്ളൂ പരീക്ഷയ്ക്ക്. പിന്നെ ബോർഡിൽ ചെന്ന് പരീക്ഷ എഴുതി. ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കുന്നത്? 8 നില പൊട്ടി. അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ മക്കള് ഫുൾ മാർക്ക്. അതെ, മക്കള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും പോരാ. അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്ത് പിന്നെ അല്ല, അതൊക്കെ മിണ്ടും, വിഷമിക്കണ്ട കേട്ടോ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണേ. അല്ല മോളെ, അപ്പൊ ഇതുവരെ ലക്ഷ്മി പിങ്കിയോട് സംസാരിച്ചിട്ടില്ലേ? മോന്തേ വീർപ്പിച്ചിട്ട് നടക്കാണ്. പാവോ കൊച്ച്. എനിക്കാണെങ്കിൽ ചൊറഞ്ഞോട്ട് വന്ന് വല്ലതും പറയാൻ പറ്റുമോ? കൊച്ചു ഫ്രണ്ട് ഇരിക്കയില്ലേ? പാവം, ആ കൊച്ചു നല്ല വിഷമമുണ്ട് അമ്മ. എന്ത് ചെയ്യാൻ ഇത്? ആരോടെ പറയാനിത്? അമ്മയ്ക്ക് പോയി ചോദിച്ചൂടെ? ഞാന് അവളോട് പോയിട്ട് ഞാൻ പോയിട്ട് എന്തോ ചോദിക്കണമെന്ന്? 2 കൊടുക്കണം. ഞാൻ 2 കൊടുത്താലേ അത് 200 പ്രശോഭന് തിരിച്ചു കിട്ടും. അത് മാത്രമോ, പിന്നെ ആ ദേഷ്യം മുഴുവൻ ആ കുഞ്ഞിനോട് കാണിക്കും. അമ്മ പറഞ്ഞ ശരിയാ. എങ്ങനെ പ്രതികരിക്കണേ നമുക്ക് പറയാൻ പറ്റൂല. എന്തോ ഉണ്ടൊരു വഴി. പിങ്കി മോളടുത്ത് മിണ്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അമ്മ. അതും ഇങ്ങനൊരു നിസാര കാര്യത്തിന് എന്തെങ്കിലും നിന്റെ കുറ്റബുദ്ധി തോന്നുന്നുണ്ടാ? എന്നെക്കാളും കുട്ടുബുദ്ധി അമ്മയ്ക്കാണ്. അപ്പൊ അമ്മ പറഞ്ഞു. പൊന്നു കുഞ്ഞെ, നീ വല്ലതും ഉണ്ടേ പറ. പാവ കുഞ്ഞിന്റെ കാര്യമല്ലേ. എന്റെ തറവേലയിൽ എനിക്കൊരു ബുദ്ധി വരുന്നുണ്ട്. തറവേല? അല്ല, വേല എന്ന് പറഞ്ഞാൽ മതി. തറയാണെന്നുള്ളത് പറയാതെ അറിയാമല്ലോ. എന്നാ പിന്നെ ഞാൻ പറയാനില്ല. ശരി, അപ്പൊ നിനക്ക് കുരുട്ട് ബുദ്ധിക്കാരി എന്നൊക്കെ പറയാം അല്ലേ? തമാശ പറഞ്ഞാലേ നീ പറ. എന്തെങ്കിലും ഉണ്ടേ പറ മോളെ. പറയട്ടാ. നല്ല ഐഡിയ, സൂപ്പർ ഐഡിയ. പക്ഷെ ഇത് കാണുമ്പോൾ അവിടെ കിട്ടുമായിരിക്കുമല്ലേ? കഷ്ടപ്പെടണം, അതാണ് സത്യം. നമ്മുടെ ഭാഗ്യവും കുഞ്ഞിന്റെ ഈശ്വരാധീനം വിട്ടി. എങ്ങനെയൊന്ന് മിണ്ടിയാ മതി. കള്ളമല്ല. നീ ഒരു കാര്യം ചെയ്യ്. നീ ഒട്ടും താമസിക്കാതെ അതിനുള്ള ശ്രമം അങ്ങ് തുടങ്ങും. എന്നാ പിന്നെ പോയിട്ട് വരാല്ലേ? പിന്നെ മുത്തു മറ്റേ കൂടെ വരണോ? എന്റെ അമ്മ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. ശരിയാ, കുളവാക്കും അവനെ. പിന്നെ പോട്ടെ. വിജയീ ഭവ. പോയിട്ടോ. എന്റെ ദൈവമേ, എന്തെങ്കിലും ഒരു കഷ്ണം പേപ്പർ കിട്ടണേ. ഓരോ തള്ളമാരുടെ അഹങ്കാര. കുഞ്ഞിന്റെ സങ്കടം ആലോചിച്ച് നോക്കണം. പെറ്റ തള്ളം ഉണ്ടാതെ നടക്കുമ്പോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.